ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഹബ്ജുനാണ്. ഈ കാണുന്ന പയ്യൻ്റെ പേര് മുഹമ്മദ് ഷഹബാസ് എന്നാണ്. ഇന്ന് രാവിലെ ഈ പയ്യൻ മരണപ്പെട്ടു. 3-4 ദിവസത്തിന് മുന്നേ ഒരു 5 കഴിവറുടെ മക്കൾ, തന്തയില്ല കഴിവറുടെ മക്കൾ കാണിച്ചു കൂട്ടിയതിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ഈ പാവം പയ്യന് ജീവൻ പോയി. പിന്നെ എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എന്തായാലും നിങ്ങൾ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും. 15 വയസ്സേ ഉള്ളൂ പയ്യന്. 15 വയസ്സുള്ള 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ് അവൻ. ഒരു ഫെയർവെല്ലിൻ്റെ ഇടയിൽ ചെറിയൊരു സീനുണ്ടാവുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൈ കിട്ടിയവനെ എന്താ പണ്ടുള്ളവർ പറയില്ലേ, ഈ അങ്ങാടി തോറ്റ അമ്മേരെ നെഞ്ചത്തൊന്ന്, അതേപോലെ ഇവനെയൊക്കെ തല്ലിയവന്മാരെ കിട്ടാത്തതുകൊണ്ട് ഈ പാവം പയ്യനെ വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ടുപോയി തല്ലിച്ചതച്ച്. അപ്പോൾ അവൻ മരണപ്പെട്ടു. എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവന്മാർ ഈ 5 പയ്യന്മാരെ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇവനെ തല്ലിയിരിക്കുന്ന ഈ 5 പയ്യന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെയൊക്കെ പറയേണ്ടതിന് പകരം ഇവൻ്റെയൊക്കെ തന്തേനേം തള്ളേനെ വേണം പറയാൻ. തന്തേനേം തള്ളേനെ പറയാനല്ല, പിടിച്ച് നടറോട്ടിയിട്ട് തല്ലിക്കൊല്ലണം. ഇതിനെല്ലാത്തിനെയും ഇവൻ്റെയൊക്കെ തന്തേനേം തള്ളേനെ പിടിച്ച് നടറോട്ടിയിട്ട് തല്ലിക്കൊല്ലണം. അവരൊക്കെ ഇതേപോലത്തെ കുറെ മോന്മാരെ ഉണ്ടാക്കിയതാണ്. അവരൊക്കെ ചെയ്ത കുറേ അധികം തെറ്റുകൾ. ഇതൊക്കെ പോലത്തെ മൈത്താണ്ടികളെ ഉണ്ടാക്കുന്ന സമയത്ത് ആർക്ക് പോയി? ആ 15 വയസ്സുള്ള ആ പയ്യൻ്റെ വീട്ടുകാർക്ക് പോയി. ആ പയ്യൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി. നാളത്തേക്കുള്ള വാഗ്ദാനമായിരുന്നു കാണാം. ചിലപ്പോൾ അവൻ വളർന്നു വരുന്നൊരു എഞ്ചിനീയറോ ഡോക്ടറോ എന്തെങ്കിലും ആയിട്ടുണ്ടാവാം. ഇതിനൊക്കെ ആരാണ് ടച്ചോടെ വെച്ചേ? നിൻ്റെയൊക്കെ മക്കള്. അപ്പം നിന്നെയൊക്കെ തന്നെയാണ് പിടിച്ചിട്ട് അടിക്കേണ്ടത്. എന്നിട്ട് വന്നിരുന്ന് അവൻ്റെയൊക്കെ ഇൻസ്റ്റഗ്രാം ചാറ്റുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഒരേ ഇങ്ങോട്ട് വന്നത്. പിന്നെ അതിന് ഇവരൊന്നും ഇല്ല ചെയ്യാനല്ല വെച്ചത്. 2 ദിവസം കഴിയട്ടെ. അത് മാത്രമല്ല, കണ്ട അവൻ്റെയൊക്കെ ഇൻസ്റ്റഗ്രാമിലെ ചാറ്റാണ്. ഈ മൈത്താണ്ടി മോമാർക്ക് ഉള്ളൊരു സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി പിടിച്ചടിക്കേണ്ട വേറെ ആയതല്ല, ഇവിടത്തെ നിയമം നടപ്പിലാക്കണ അവന്മാരെയാണ്. കാര്യം അവന്മാരൊക്കെ അറിയാം, ഒരു കൂട്ടത്തല്ലുണ്ടായിട്ട് ആ വോയിസ് ക്ലിയർ ആയിട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൂട്ടത്തരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഒരേ ഇങ്ങോട്ട് വന്നത്. കൂട്ടത്തല്ലുണ്ടായിട്ട് ഒരുത്തന് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ അവൻ മരണപ്പെട്ടാൽ പോലും കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചു എന്നും പറഞ്ഞ് അതങ്ങ് എഴുതി തള്ളേ ഉള്ളൂ, അല്ലെങ്കിൽ ഊരിപ്പോരാം എന്നൊക്കെ ഇവനൊക്കെ അറിയാം. അതുകൊണ്ടാണ് അവനൊക്കെ ഇങ്ങനെ കാണിക്കണേ. ഇനിയെങ്കിലും മനസ്സിലാക്കണം, നമ്മുടെ ഭരണഘടനയും ഭരണകൂടം ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഇതേപോലത്തെ ബോൺ ക്രിമിനൽസ് ആണ് ഇപ്പം ഇവിടെയൊക്കെ ഉള്ളത്. സോ എന്തുകൊണ്ടും നമ്മുടെ നിയമം മാറ്റി എഴുതപ്പെടേണ്ട സമയമായി കഴിഞ്ഞു. നമ്മുടെ എല്ലാ നിയമങ്ങളും മാറ്റി എഴുതപ്പെടേണ്ട സമയമായി കഴിഞ്ഞു. ആ ഒരു പാവം പയ്യൻ, ഇവന്മാരൊക്കെ എങ്ങനെ ഈ പാവത്തിന് ഇങ്ങനെ ഉപദ്രവിക്കാൻ തോന്നുന്നു? അവൻ്റെയൊക്കെ കണ്ണിൽ എന്തോ കോമ്പസാ എന്തോ വെച്ച് കുത്തി. ആ വോയിസിലൊക്കെ ഉണ്ട്, നീ അവനെ പോയി നോക്ക്, അവൻ്റെ കണ്ണ് നോക്ക്. അവന് കണ്ണില്ല, ഞാൻ അടിച്ച് തിരിച്ച് എത്താൻ മോനെ എല്ലാം കഴിഞ്ഞല്ലേ. പിന്നെ ഷാബാസിനെ പറഞ്ഞല്ലേ, ഷാബാസ് എനിക്ക് താങ്ങുന്നല്ല നീ പറയേണ്ടി, എനക്കൊന്നും ഇല്ലാന്ന് പറയേണ്ടി. ഇവൻ എന്തേ തടവിന് തല്ലൊന്നും അറിയൂലേ. ഞാൻ മര്യാദയ്ക്ക് തച്ചിട്ട് തന്നെയല്ലോ ഞാൻ അങ്ങനെ പിടിച്ച് 4 കുത്തായിട്ട് എടുത്ത് കണ്ണിന് തന്നെ. ഇത് മാത്രമാണ് ചെയ്തില്ല, അതിൽ തന്നെ ഓനൊന്നായിട്ട് ഇല്ലാണ്ടായി പോയി. ഫസ്റ്റത്തെ 2 കുത്തലിൽ തന്നെ ഓനൊന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട് വാണെന്ന് വെച്ചൊക്കെ തല്ലിനെ ചത്തുപോയത്. എന്തേ തടവാൻ ഒന്നുമില്ല. ഞങ്ങളൊരു 5 ആള്. എന്തുവാടേ ഇതൊക്കെ? തന്തയില്ലായ്മ എന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ ഓഫ് തന്തയില്ലായ്മ എന്നല്ല. ഇവനെ 18 വയസ്സുപോലും ആയിട്ടില്ലേ പയ്യന്മാർക്ക് എല്ലാണത്തിനും. സോ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇവന്മാരെ ഇനി വിടാൻ പോകുന്ന സ്ഥലമെന്ന് വെച്ചാൽ ജുവനൈൽ ഹോമിലോട്ടാണ്. 18 വയസ്സ് പോലും ആവാത്ത ഇവന്മാരെയൊക്കെ ജുവനൈൽ ഹോമിലോട്ട് കൊണ്ടുവന്നിടൂ. പക്ഷേ
ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഇവന്മാരെ ഒന്നും ജുവനൈൽ കോർട്ടിലോ ജുവനൈൽ ഹോമിലോ കൊണ്ട് ചേർക്കാൻ പാടില്ല, അവിടെ കൊണ്ടൊന്നും ആക്കാൻ പാടില്ല. അതിന് പകരം ഇവന്മാരെ കൊണ്ടുപോകേണ്ട സ്ഥലം എന്ന് വെച്ചാൽ 18 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ നീതിന്യായ വ്യവസ്ഥയും ഇവന്മാർക്ക് നടപ്പിലാക്കണം. ഇവന്മാർക്ക് വധശിക്ഷയല്ല പോട്ടെ, ഇവന്മാർക്ക് ജീവപര്യന്തം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇരട്ടി ജീവപര്യന്തോ 3 4 എത്ര വേണോ കൊടുക്കാം. കാര്യം അമ്മാതി ചെറ്റത്തല ഇവന്മാർ പരോൾ ഒറ്റ ദിവസം പോലും പരോളില്ലാതെ അകത്ത് കിടക്കണം. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനായിട്ട് ഞാൻ പറയുന്നത്. കാര്യം അമ്മാതിരി ഉള്ള ദേ ആർ ബോൺ ക്രിമിനലുകളാണ് അവന്മാരെല്ലാം, ക്രിമിനൽസ് തന്നെയാണ്. ഇനി 2 ദിവസം കഴിയുമ്പോൾ കുത്തിപ്പൊങ്ങും ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ ഇടയ്ക്ക് വന്നിട്ട് അത് ഇപ്പോഴത്തെ മറ്റേ ലഹരി മാഫിയാണ്, മറ്റേ മാഫിയ. നീയൊക്കെ ഏത് കാലിൻ്റെ ഇടയിലെ മാഫിയ ആയാലും ആദ്യം ഈ ചാനൽ ചർച്ചയ്ക്ക് പോയിരിക്കണം മൈത്താണ്ടികൾ എന്ത് പറയാനുള്ള കാര്യം. ഇവന്മാര് എന്ത് സാധനം അടിച്ചു കയറ്റി, എന്ത് അണ്ടി അടിച്ചു കയറ്റി, അത് ദാറ്റ്സ് നൺ ഓഫ് എനിവൺസ് ബിസിനസ്. അതിന് എൻ്റെ ആയിക്കോട്ടെ, നിങ്ങളുടെ ആയിക്കോട്ടെ, ഏത് മോൻ്റെ തന്നെ ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതേപോലത്തെ ചെറ്റത്തരം കാണിക്കണവന്മാരെ മിനിമം നിങ്ങൾക്കൊക്കെ ചാനൽ ചർച്ചയെ കിടന്നിട്ട് കണവണെന്ന് പറയുന്ന ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ, പറ്റുവാണെങ്കിൽ ഇവന്മാർക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം എക്സ്ട്രീം ലെവലിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. അല്ല ഈ ക്രിമിനൽസ് ഇത്രയും അലമ്പ് കാണിച്ച് ഇവന്മാരെ ഇനി പോലീസ് വന്ന് പോലീസ് കൊണ്ടുപോയി അടുത്തെന്താണ് നടപടി? ഇവന്മാരൊക്കെ കൊണ്ടുപോയി ജയിലിൽ നല്ല കിടിലം ഫുഡും, ഒരു 3 നേരം ഫുഡ്, രാവിലെ ചിലപ്പോൾ എന്തെങ്കിലും കാപ്പിയായിട്ട്, ഉച്ചയ്ക്ക് ചോറ് മീൻ കറി, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചപ്പാത്തി, പിന്നെ മാസത്തിലൊരിക്കൽ ആഴ്ചയിലൊരിക്കൽ എന്തോ ബീഫ്, ചിക്കൻ, ഈ എല്ലാ അണ്ടിയും കൂടെ അവൻ്റെയൊക്കെ തൊള്ളയിലോട്ട് കുത്തിയിറങ്ങി കൊടുത്തിട്ട് വീണ്ടും ഇവന്മാർ 10-14 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചിറങ്ങി വരുമ്പോഴാ തിന്നു കൊഴുത്ത്. എൻ്റെ പൊന്നളിയ, ഇതാണ് നമ്മുടെ ഇന്ത്യൻ നിയമം. പിടിച്ചവനെ ഓക്കെ, നീ ഇത്രയും കൊല്ലം പോയി അകത്ത് കിടന്നിട്ട് എന്ത് അണ്ടി ഉണ്ടാക്കാൻ? അകത്ത് കിടന്നുമ്പോൾ തിന്നു കൊടുത്ത് അതാ നല്ല കിടുകയും ഫുഡൊക്കെയാണ് ജയിലിൽ കൊടുക്കണേ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ വിചാരിക്കും വല്ല അയാവനെങ്കിലും തല്ലിക്കൊന്ന് ജയിലിൽ പോയാൽ മതി എന്ന്. അമ്മാതിരി ഫുഡൊക്കെയാണ് ജയിലിലുള്ളത്. അപ്പോൾ അവന്മാരെ അത്രയും ഫുഡൊക്കെ കഴിച്ച് നല്ലതായിട്ട് നൈസായിട്ട് അടിച്ച് കിളിഞ്ഞ് തിരിച്ചിറങ്ങി വരും. നമ്മുടെ ടാക്സ്, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ, ഇതിനെല്ലാം ടാക്സ് മറ്റേ എന്താണ് ഗ്രോസ് ഇൻകം മറ്റേ മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കൂലേ, ഇതെല്ലാം ഇതേപോലെയുള്ള മൈത്താണ്ടികൾക്ക് തൊള്ളയിലേക്ക് തിന്നായിട്ട് കൊടുക്കണേണ്. ഒരു കാര്യമില്ലാതെ നമ്മൾ തിന്നാൻ കൊടുക്കുന്ന പൈസകളാണ്. സത്യം പറഞ്ഞ ഇവന്മാരെയൊക്കെ എടുത്ത് കൊന്നുകളയുക. ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇവന്മാരൊന്നും വേണ്ട. ഇങ്ങനെയുള്ള ക്രിമിനൽസിനെയൊക്കെ തിന്നാൻ കൊടുത്തിട്ട് എന്ത് മൈര്യനാണ്? കൊന്നു കളയാൻ ചെയ്യണം. ഇവന്മാരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഭൂമിയിൽ ഇത്രയും ഭാരമായിട്ട് നിർത്തിയിരിക്കണേ?